ഉപ്പും മുളകും സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യം പിള്ളേരെല്ലാം കൂടെ കളിക്കുന്നതാണ്. അതിനുശേഷം നീല് പറയുന്നു ഈ ശ്രീകുട്ടൻ കല്യാണം കഴിച്ചതൊക്കെ ആരോ വിളിച്ച് അമ്മയെടുത്ത് പറയുന്നു. പക്ഷെ അമ്മ ആരാണ് വിളിച്ച് പറഞ്ഞതെന്ന് മാത്രം പറയുന്നില്ല. അതിനുശേഷം ശ്രീകുട്ടൻ പറയുന്നു ഇവിടെ ഉള്ള ഒരാൾ തന്നെ വിളിച്ച് പറഞ്ഞെന്നാണ് ശ്രീകുട്ടൻ പറയുന്നത്. അപ്പം ബാലു പറയുന്നു അത് എന്നെയാണ്, എന്നെ മാത്രമാണ് ശ്രീകുട്ടൻ ഉദ്ദേശിച്ച് പറയുന്നതെന്ന് പറയുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ആകുമ്പോൾ ശ്രീകുട്ടൻ പറയുന്നു എനിക്കിവിടെ പറയാനൊന്നും ആരുമില്ല, അച്ഛനും അമ്മയും ഇല്ലെന്നൊക്കെ പറയുന്നു. അപ്പം അച്ഛനും അമ്മയും ഇല്ലെന്ന് നീല് ചോദിക്കുമ്പോൾ അവിടെ ആരോ ഒരാൾ ഇല്ലെന്ന് പറയുന്നു. ശരിക്കും ബാലുവാണ് അത് പറഞ്ഞത്, പക്ഷേ അടികൊള്ളത് ശ്രീകുട്ടനാണ്. അതിനുശേഷം ലച്ചു അടുക്കളയിൽ ചെന്ന് പറയുന്നു അമ്മായി എന്നെ ഷോപ്പിങ്ങിന് പോകാൻ വിളിച്ചത്. അപ്പം നീല് പറയുന്നു ഇത്ര പെട്ടെന്ന് അമ്മായിയൊക്കെ ആയോ എന്ന്. അതിനുശേഷം നീലുവിൻ്റെ അമ്മ പറഞ്ഞതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്നാലും അവർ ഇത്രയും നടന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നു. നാലാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭവാനിയമ്മ ആദ്യമേ പറയുന്നു നീലുവിൻ്റെ അടുത്ത് നീയും കൂടെ സഹായിച്ചാലേ എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ തീർക്കാൻ പറ്റൂ, എവിടെ ചെന്നാലും എനിക്ക് അടുക്കള പണി എന്നൊക്കെ ഭവാനിയമ്മ പറയുന്നു. അതിനുശേഷം കാണാൻ കഴിയുന്നത് നീലിമ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ലച്ചു വരുന്നതാണ്. ലച്ചു ചോദിക്കും ഇന്നും ദോശയാണോ എന്ന്. അപ്പം നീലിമ പറയും ഈ ദോശ കിട്ടുന്നതേ പുണ്യമെന്ന്. അതിനുശേഷം ഗൗരി അമ്മായി വരുന്നു. അമ്മായി പറയുന്നു ഞാൻ ദോശ ചുടാന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് പാറു വന്നിട്ട് പറയുന്നു എനിക്ക് നല്ല വിശപ്പാണ്. അപ്പം പാറുവിന് ഗൗരി അമ്മായി പറയുന്നു ദോശ ചൂട് കൊടുക്കാമെന്ന്. അപ്പം പറയുന്നു ഇന്നും ദോശയാണോ, ഞാൻ ദോശ കഴിച്ച് മടുത്തെന്ന് പറയുന്നു. അതിനുശേഷം കാണാൻ കഴിയുന്നത് ഭവാനിയമ്മ അടുക്കളയിൽ വരുന്നു. അടുക്കളയിൽ വന്നിട്ട് ഞാനിനി ഇവിടെ ഒന്നും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കൂലെന്നൊക്കെ വാശി പിടിച്ച് പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആവുന്നു. അവസാനം കാണാൻ കഴിയുന്നത് വഴക്ക് മൂത്ത് ഭവാനിയമ്മ ദേഷ്യപ്പെട്ട് ഭവാനിയമ്മയുടെ കാലുളുക്കുന്നതാണ്. കാലുളുക്കുമ്പോഴത്തേക്ക് ലച്ചു ചോദിക്കും എന്തിനാണ് വഴക്കുകൂടി ഇങ്ങനെ കാലൊക്കെ ഉളുക്കാൻ പോയെന്നൊക്കെ അവരെല്ലാം ഓരോരുത്തരായിട്ട് മാറി പറയുന്നു. അപ്പോഴത്തേക്ക് ഈ ഭവാനിയമ്മയുടെ മരുമോള് കാല് തടയി കൊടുത്ത് കാലിൻ്റെ ഉളുക്ക് മാറ്റുമ്പോഴത്തേക്ക് അവർ തമ്മിൽ കൂട്ടാവും. എന്നിട്ട് ചോദിക്കും നീ എന്നാലും ശ്രീകുട്ട ഇത് പറഞ്ഞില്ലല്ലോ, പറയാത്തൊരു വിഷമം എനിക്കിപ്പോഴും ഉണ്ടെന്ന് ഭവാനിയമ്മ പറയുന്നു. നമ്മളെന്നും കൂട്ടാണ്, നിങ്ങളിനി പറഞ്ഞു അടുപ്പിക്കാതിരുന്നാൽ മതി എന്നാണ് ഭവാനിയമ്മ പറയുന്നത്.